റെഗുലറായിട്ട് ഡബിൾസ് കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കം വരുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബിക്കോസ് ഒരേപോലെ രണ്ട് പ്ലേയേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഒപ്പോണൻറ്റ് റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ചെയ്യുന്നു. അത് രണ്ട് കൂട്ടർക്ക് ഒരേപോലെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ പോലെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്, അല്ലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഈ സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത്? പാർട്ണർ എ റോബിൻ സർവീസ് ചെയ്തു, ഒപ്പോണ്ട് അത് ഇൻ ബിറ്റ്വീൻ സൈഡിലേക്ക് രണ്ട് പ്ലേയേഴ്സിന് ഒരേപോലെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് റിസീവ് ചെയ്തു. അവർക്കത് എടുക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്കതൊരു ക്ലോസ് റേഞ്ചിൽ നോക്കാം. ഇതാണ് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കോർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോബിൻ അല്ലെങ്കിൽ പാർട്ണർ എ ചെയ്ത സർവീസിൻ്റെ പ്രശ്നമാണ്. ബിക്കോസ് ഒപ്പോണൻറ്റ് വളരെയധികം ഫ്രണ്ടിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിന്നൊരു സിറ്റുവേഷനിൽ അവരുടെ കറക്റ്റ് റാക്കറ്റ് ഫ്രെയിമിലേക്ക് തന്നെയാണ് റോബിൻ സർവീസ് ചെയ്ത് കൊടുത്തത്. അത് മാത്രമല്ല അതിന് ക്വാളിറ്റിയും വളരെ കുറവായിരുന്നു. കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ആ സർവീസ് അപ്പുറത്തേക്ക് പോയത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ റോബിൻ ചെയ്ത വീക്ക് സർവീസ് വിഷ്ണു ഈ ഒരു ഏരിയയിൽ അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റിസീവ് ചെയ്ത സമയത്ത് ഈ നിന്ന പാർട്ണർക്ക് ഇത് എടുക്കാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടുതലും ആൾക്കാർ ഈ പ്ലെയറിനെ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നുണ്ടാവുക. അവരത് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ പാർട്ണറോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോ കൂടുതലും ടൂർണമെൻറ്റ്സിലോ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ പ്ലെയർ ചെയ്ത സർവീസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് ഇവർക്കിത് എടുക്കാൻ പറ്റാത്തത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സർവീസ് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ആവില്ല. സോ സെക്കൻഡ് സിറ്റുവേഷൻ നമ്മൾ കണ്ടത് ഈ ടീം അങ്ങോട്ടേക്ക് സർവീസ് ചെയ്യുന്നു, അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യുന്നു. സോ നമുക്ക് അവിടെ എന്താ സംഭവിച്ചത് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്താണോ ടോപ്പിക്കായിട്ട് പറഞ്ഞത് അതിന് വളരെ സിമിലർ ആയിട്ടൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് അവർ റിസീവ് ചെയ്തത് വളരെ ഫ്ലോപ്പ് ആയതുകൊണ്ടിട്ടാണ് രണ്ട് പ്ലേയേഴ്സിനും എടുക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സെൻട്രലിലാണ് സ്മാഷ് ചെയ്തത്. ഇനി അതല്ല, പാർട്ണർക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്താൽ പോലും ഈ ഒരു സ്മാഷ് എടുക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് മിഡ് റേഞ്ചിൽ നിന്നാണ് ആ ഒരു സ്മാഷ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. റോബിൻ ചെയ്ത റിസീവ് ബാക്കൗട്ടിലോട്ട് പോവാത്തതും അതുപോലെ തന്നെ മിഡ് കോർട്ടിൽ ഹൈ ലിഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മിഡ് കോർട്ടിൽ സ്മാഷ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൊടുത്തതും കൊണ്ടാണ് പാർട്ണർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്മാഷിനെ എടുക്കാനായിട്ട് പറ്റാത്തത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും കൂടുതലും പ്ലേയേഴ്സ് പാർട്ണേഴ്സിനെ ബ്ലെയിം ചെയ്യും. എന്തുകൊണ്ടിട്ടാണ് അത് എടുക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് അവർ ചെയ്ത മിസ്റ്റേക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാർ, ഇപ്പോൾ കൊച്ചുകുട്ടികൾ കളിക്കുന്ന സമയത്ത് പേരൻസ് ആണെങ്കിലും കളിയെപ്പറ്റി കൂടുതൽ അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു സ്മാഷ് എടുക്കാത്ത പ്ലെയറിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അതല്ല. യഥാർത്ഥ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലെയർ കൊടുത്ത ഇൻപുട്ട് വീക്ക് ആയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയ ഔട്ട്പുട്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയ സ്ട്രോക്സിൻ്റെ പവർ വളരെയധികം കൂടുതൽ കൊണ്ടിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ പാർട്ണർ ബിക്ക് ഇത് ടേക്ക് ചെയ്യാൻ പറ്റാത്തത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിസീവ് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് അപ്പുറത്തെ കൂടുതൽ ക്രിയേറ്റ് ആയത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പാർട്ട് 6 സംസാരിച്ചത്. സോ പാർട്ട് 7 എന്താണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാം, അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എവിടേക്കാണ് നിങ്ങൾ സർവീസ് ചെയ്യേണ്ടത്, അതുപോലെ ഫ്ലിക്കും ഷോട്ടും, ദെൻ എങ്ങനെ നല്ല രീതിയിൽ റിസീവ് ചെയ്യാം, ഏതൊക്കെ ഏരിയയാണ് നല്ല രീതിയിൽ റിസീവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് റിസീവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ടോപ്പിക്കാണ് നമ്മൾ പാർട്ട് 7 പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ റെസ്പോൺസ് കമൻറ്റ് ചെയ്യുക. നമുക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ പാർട്ട് 7 വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ കളി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സോ സീ യു ഇൻ പാർട്ട് 7. ബൈ.